ഒന്ന് ശമൂവേൽ 4-ാം അധ്യായം. ബാരക്കുമോൻ. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ടു. ഇസ്രായേൽ ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബേൻ യേസെരിനകീഴുള്ള പാളയമിറങ്ങി. ഫിലിസ്ത്യർ ആഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട നിരന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേർ അവർ പോർക്കളത്തെ വെച്ച് സംഹരിച്ചു. പടജനം പാളയത്തിൽ ഇസ്രായേൽമാർ, ഇന്നു യഹോവ നമ്മെ ഫിലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്തോ? നാം ശീവലോവിൽ നിന്നു യഹോവയുടെ നിയമപെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അതോ നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളെ അയച്ചു. അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനെഹാസിനെയും ദൈവത്തിന്റെ നിയമപെട്ടകത്തോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ടു എബ്രായരുടെ പാളയത്തിൽ ഒരു വലിയ ആർപ്പിന്റെ കാരണമെന്തോ എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ആഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നോ നമ്മെ ആരക്ഷിക്കും? മിസ്രൈമിലെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇതുതന്നെ. ഫിലിസ്ത്യരെ ധൈര്യം പൂണ്ടു പുരുഷത്വം കാണിപ്പാൻ എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരിക്കുന്നത് പോലെ നിങ്ങൾ അവർക്കു ആകരുത്. പുരുഷത്വം കാണിച്ചു പൊരുതുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേൽ 30,000 കാലാൾ വീണുപോകാത്ത വണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയെയും ഫിനെഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീൻ വസ്ത്രം കീറി തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ഓടി. അന്ന് തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ടു വഴിയരികെ തന്റെ ആസനത്തിലിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ചു അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യർ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണമെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്തു എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഭയപ്പെട്ടു വന്നു ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാൺമാൻ വഹിപ്പാത്തവനും കണ്ണുമങ്ങിയവനുമായിരുന്നു. ആ മനുഷ്യൻ ഏലിയോട്, ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു. ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്നു അവർ ചോദിച്ചു. അതിനു ആ ദൂതൻ, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ മുൻപിൽ തോറ്റോടി. ജനത്തിൽ ഒരു മഹാസംഹാരമുണ്ടായി. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. ദൈവത്തിന്റെ പെട്ടകവും പിടിപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത അറിഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണു കുഴഞ്ഞൊഴുത്തു മരിച്ചു. അവൻ വൃദ്ധനും സ്തൂലിഫ്ചനും ആയിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമക്കൾ ഫിനെഹാസിന്റെ ഭാര്യ പ്രസവം എടുത്ത ഗർഭിണിയായിരുന്നു. അവന്റെ ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോയതും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്കു പ്രസവവേദന തുടങ്ങി. അവൾ നിലത്തു വീണു പ്രസവിച്ചു. അവൾ മരിക്കാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോയ കൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്നോ പോയി എന്നോ അവൾ പറഞ്ഞു. അവൾ കുഞ്ഞിനു ഈഗാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോക കൊണ്ടോ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ദൈവമേ സ്തുതി യോഗ്യമാകുന്നു. ബാരക്കുമോർ.